ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഉച്ചയായപ്പോഴത്തേക്കിന് ആശ വിളിച്ച് പറഞ്ഞ് ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവരെ വെയിറ്റ് ചെയ്യുവാണ് കേട്ടോ. ഇത് ലല്ലുവിനെ പഠിപ്പിച്ച് കേടായ ക്ലോക്കാണ് ഗൈസ്. അങ്ങനെ അവർ എത്തിയിട്ടുണ്ട്. അവ്യയും സുരേഷ് ചേട്ടനും ആശയും കൂടിയാണ് വന്നത്. രണ്ടുപേരോട് കൂടി ഹായ് ഒക്കെ പറയുന്നുണ്ട് കേട്ടോ. സുരേഷൻ അവിടെ നിന്ന് ഫോൺ നോക്കിക്കൊണ്ടിരിക്കുവാണേ. കുറച്ച് സമയം കഴിയുമ്പോൾ അവിടെ ഇരുന്ന് ഉറങ്ങുന്നത് കാണാം. അങ്ങനെ ചോറുണ്ണാൻ പറഞ്ഞപ്പോൾ ആർക്കും ഇപ്പോൾ ചോറ് വേണ്ട. അവർ ഉച്ചയായപ്പോഴാണ് വന്നത്. ഞാൻ വെള്ളമൊക്കെ കലക്കി കൊടുത്തു. അവളിങ്ങനെ വെള്ളമൊക്കെ കുടിച്ചു. മിക്സർ എന്തോ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിച്ചു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും വീണ്ടും കാര്യം പറച്ചിലേക്ക് കയറിയിട്ടുണ്ട്. ഞങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിർത്തൂല കേട്ടോ. ഭയങ്കര അടിയിടും ഇതിനിടയ്ക്ക്. എന്നാൽ ഞങ്ങൾ തമ്മിൽ അങ്ങനെ വഴക്കുണ്ടാക്കി പിണങ്ങിയിരിക്കും അങ്ങനൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല, ദൈവം സഹായിച്ചിട്ട്. അങ്ങനെ പിള്ളേർ രണ്ടുകൂടെ ഭയങ്കര കളി തുടങ്ങിയിട്ടുണ്ടേ, അവ്യ അന്നും കൂടെ. അവ്യ വരുന്നതിന് മുമ്പ് തന്നെ അന്നു ഇവിടെ എല്ലാം നിരത്തിയിട്ടുണ്ടായിരുന്നു. എല്ലാ കളിപ്പാട്ടങ്ങളും എടുത്ത് നിരത്തിയിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കളിയുടെ ഇടയ്ക്ക് ചിലപ്പോൾ ഒരു ശരീരമൊക്കെ കേൾക്കാം, അമ്മേ അമ്മേ എന്ന് പറഞ്ഞ് പിടിവിലേക്ക് ഇട്ടു. പക്ഷെ ഞങ്ങൾ രണ്ടുപേരും മൈൻഡ് ചെയ്യത്തില്ല ഗൈസ്. കാരണം അത് മൂത്ത കുട്ടികളായിരുന്ന സമയം തൊട്ടേ ഞങ്ങൾ അങ്ങനെ ആയിരുന്നു. ഞങ്ങൾ എപ്പോഴും പറയും, ഈ പിള്ളേർ തമ്മിൽ വഴക്കുണ്ടാക്കിയിട്ട് അവർ തമ്മിൽ പെട്ടെന്ന് മിണ്ടും, ചിലപ്പോൾ നമ്മൾ തമ്മിൽ പിണങ്ങും സിബ. അതുകൊണ്ട് നമുക്ക് അങ്ങനെ അവരുടെ വിഷയത്തിന് തോന്നുന്നു. ഇതാ കണ്ടില്ലേ, സുരേഷേന്ന് ഉറങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അങ്ങനെ സന്തു വന്നിട്ടുണ്ടായിരുന്നു. ഉച്ചയായെന്ന് ഞാൻ പറഞ്ഞല്ലോ. സന്തു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അന്നൂസ് ഗേറ്റ് തുറക്കാൻ പോയിട്ടുണ്ട്. അങ്ങനെ സന്തു വന്നപ്പോൾ തന്നെ ഞാൻ പറയുമായിരുന്നു, പല്ലുവേദനയാണ് അവ്യക്ക്. സന്തു ചോദിക്കുന്നുണ്ട്, മുട്ടായി കഴിക്കാതിരുന്നൂടെ എന്നൊക്കെ. ഇവിടെ ഒരാളെ ഞങ്ങൾ കഴിഞ്ഞ 3-4 മാസത്തിന് മുമ്പ് ഒന്ന് കൊണ്ടുപോയി പല്ലിൻ്റെ പോടൊക്കെ അടപ്പിച്ചുകൊണ്ട് വന്നത് അന്നൂസിനെ. അങ്ങനെ സന്തുവിന് ചോറ് വിളമ്പി കൊടുത്തു. മോരുകറി, മീൻ തോരൻ, പിന്നെ ഉള്ളിക്കറി. രാവിലത്തെ ഉള്ളിക്കറിയാണ് കേട്ടോ, ചപ്പാത്തി ആയിരുന്നു. അപ്പം അതിൻ്റെ ഉള്ളിക്കറി, പിന്നെ നിത്യവഴുതനങ്ങ മെഴുക്ക് വരട്ടി, ഓമയ്ക്ക തോരൻ. ഇത്രയുമായിരുന്നു നമ്മുടെ വിഭവങ്ങൾ. കുക്കിംഗ് ഇഷ്ടമാണ്. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ കുക്ക് ചെയ്യും. അപ്പം ഇന്ന് ഇവർ വരുമെന്നൊന്നും പറഞ്ഞതുകൊണ്ടൊന്നുമല്ല, ഞാനിങ്ങനെ അങ്ങ് ഉണ്ടാക്കിയെന്ന്. അങ്ങനെ അവർ വീണ്ടും കളി തുടങ്ങിയിരിക്കുകയാണ് ഗായ്സ്. കഴിക്കാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കിന് പിന്നെ കഴിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ ഇരുന്നു. ആശയും ഞാനും കൂടെ അവിടെ ഇങ്ങനെ ഇരുന്ന് സിനിമയൊക്കെ കണ്ടുകൊണ്ടിരുന്നു. സുരേഷേൻ അവിടെ കിടന്ന് നന്നായിട്ട് ഉറങ്ങി. പിന്നെ ഞങ്ങൾ കഴിക്കാൻ എഴുന്നേറ്റപ്പോഴത്തേക്കിന് സന്തു പോകാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ സുരേഷേട്ടൻ ചോദിക്കുന്നു, ഇയാളിതെപ്പോൾ വന്നിടോ എന്ന്. അങ്ങനെ ഞങ്ങൾ എന്തായാലും ചിരിക്കുമായിരുന്നു. സുരേഷേട്ടൻ ഭയങ്കര ഉറക്കമായിരുന്നു. എന്നാൽ ഞങ്ങൾ പറയുന്നതിനെല്ലാം മറുപടി അവിടെ ഇരുന്ന് കേട്ട് പറയുന്നുണ്ടായിരുന്നു. ഏതോ ഒരു ലോകത്ത്. അങ്ങനെ കഴിപ്പെല്ലാം കഴിഞ്ഞു. പാത്രങ്ങളെല്ലാം അവൾ കഴുകി വെച്ചു കേട്ടോ. അതെനിക്ക് ഒരു ഗുണകരമായി. അപ്പോഴത്തേനും ഞാൻ എല്ലായിടും ക്ലീൻ ചെയ്ത് ഞങ്ങൾ വീണ്ടും അടുത്ത പരിപാടിയിലേക്ക് വരുന്ന ഒരു ക്ലിപ്പ് വാങ്ങിയതാണ്. അതെങ്ങനെ കുത്തി വെക്കാമെന്നുള്ളൊരു കാര്യപരിപാടിയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ആശയുടെ മുടി വളർന്നിട്ടുണ്ടല്ലോ ഗൈസ്. ഇന്നാൾ കണ്ട വീഡിയോയിൽ മുടി മുറിച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ അത് വളർന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ്, ഇതെന്താണെന്നറിയാം സംഭവം, മീഷോയിൽ നിന്ന് തലമുടി കറുപ്പിക്കാമെന്നും പറഞ്ഞൊരു സാധനം വാങ്ങിയതാണ് കേട്ടോ. ചുമ്മാ, അത് വെറും കരിയാണ്. അവളതിന് അടിച്ചു കൊടുക്കുക സുരേഷേൻ്റെ തലയിൽ. അങ്ങനെ ഞങ്ങൾ ഒന്നിച്ചിരുന്ന് ഇന്നൊരു സിനിമ കണ്ടു. അതാണ് ഇന്നത്തെ വലിയ സംഭവമായിട്ട് തോന്നുന്നത്. കാരണം വർഷങ്ങൾ അടുപ്പമുണ്ടെങ്കിൽ പോലും ഞങ്ങൾ ഒന്നിച്ചൊരു TV കാണലോ സിനിമ കാണലോ ഒന്നും ഉണ്ടായിട്ടില്ല. ഞങ്ങൾ ഇന്നാണ് അങ്ങനെ സംഭവിച്ചത്. മോഹൻലാലിൻ്റെ കളിപ്പാട്ട മൂവി ഞങ്ങൾ ഒന്നിച്ചിരുന്നൊന്ന് കണ്ടു. അതാണ് തമ്പാനിൽ നിങ്ങൾ കണ്ടത്. ഇപ്പം നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഒരു രസം നോക്കിക്കേ. അവ്യയുടെ ചെരുപ്പ് അന്നു ഇട്ടേക്കുന്നത്, അന്നുവിൻ്റെ ചെരുപ്പ് അവ്യ ഇട്ടേക്കുന്നത്. ഫ്രോക്കായാലും അങ്ങനെ തന്നെ. അവിടെ എടുക്കുന്നത് ഇങ്ങോട്ട് കൊണ്ടുവരും, ഇവിടുത്തേത് അങ്ങോട്ട് കൊണ്ടുവരും. അപ്പോൾ പിള്ളേർ റോഡിൽ ഇറങ്ങിയപ്പോഴത്തേക്കിനും ഓടി കളിക്കുന്നത് കണ്ടുകൊണ്ട് ഞങ്ങൾ കുറേ സമയം അവിടെ ഇങ്ങനെ നിന്നു. പല്ലുവേദനയുള്ള ആളാണെന്ന് കണ്ടാൽ പറയുമോ, ഇപ്പോഴും മരുന്ന് കൊടുത്തിട്ട് നിൽക്കുക. അങ്ങനെ അവർ പോകാൻ വേണ്ടിയിട്ട് റെഡിയായി. വൈകുന്നേരം അങ്ങോട്ടേക്ക് ഇറങ്ങണേ, ലല്ലുവും വന്നിട്ട് ഇറങ്ങണേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത്. വിഷ്ണു വരും, അതുകൊണ്ടാണ് നേരത്തെ പോകുന്നത്. അല്ലെ ലല്ലുവിനെ കണ്ടിട്ടേ അവർ പോകത്തുള്ളായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ദൈവാനുഗ്രഹത്താൽ അങ്ങനെ നമ്മുടെ വീഡിയോ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, എല്ലാം ചെയ്യണം കേട്ടോ. ഓക്കെ, ബൈ.